സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ കൊണ്ടുവന്ന ഷീറ്റ് ടോയ്ലറ്റുകളുടെ പ്രവർത്തനം ഇന്ന് എങ്ങനെയാണ്? 57 ഔട്ട്ലെറ്റുകൾക്കായി സംസ്ഥാന സർക്കാർ പൊടിച്ചത് 3,13,00,000 രൂപയായിരുന്നു. ഇന്നിവയുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഇതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ? സർക്കാർ കുറേ പൈസ കണ്ടമാനം പിടിച്ചു പറയിപ്പിച്ചു കൊടുത്തു കണ്ടവർക്ക് വേണ്ടി. ഒരു പ്രതിഫലവും ഇല്ല ഇവിടെ. ഗവൺമെൻറ്റിൻ്റെ ഏത് സംഗതിയിലായാലും മുതൽ മുടക്കുകയായാലും അത് ഏതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണല്ലോ പലതും എത്തിച്ചേരുന്നത്. പിന്നെ ഇതൊക്കെ ആരോട് പ്രതികരിക്കാൻ, നമ്മൾ ആരോട് പറയാനായിട്ട്? കാട്ടിലെ തടി തേവര ആന, അതാണ് ഇതിൻ്റെ സത്യം. ശരി, ഒരു വർഷം എന്തോ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടന്നു? അതൊന്നും ചെയ്തില്ല. ആ കടം ചെയ്തത് തന്നെ, പിന്നീടില്ല. എന്തായാലും ഇവിടെ ഇതിനകത്ത് ടോയ്ലറ്റ് ഇത് 2 എണ്ണം പോരാ. കാരണം കഴിഞ്ഞ ഈ 2-3 ദിവസത്തിന് മുന്നിൽ വെള്ളമില്ലാതെ വരുന്നവരെല്ലാം ചോദിച്ച് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവർ തന്നെ ഇല്ലാതാക്കിയിട്ടിരിക്കുന്നത്. അവിടെ നാട്ടുകാരും എല്ലാവരും ഒക്കെ ഇതാക്കിയിട്ടായിരുന്നു. കൂടുതലും അങ്ങോട്ട് കടപ്പുറത്തുകാരൊക്കെ തന്നെ. ആരോട് പറയാം, ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് അവസാനം ഹോട്ടലിലൊക്കെ ബാത്റൂമിലൊക്കെയാണ് പോയത്. അതിനെ പറ്റുമൊന്നും പറയാനില്ല എനിക്ക്. നമ്മൾ വല്ലതും പറഞ്ഞാൽ കൊടുക്കുക, അത് പരസ്യമാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ എടുത്തിട്ടായിരിക്കും. അതിനെയും കാട്ടി മിണ്ടാതിരിക്കണതാണ് നല്ലത്. ഇത് അത്യാവശ്യ ഘടകമാണ്, മനുഷ്യൻ്റെ ഒരു അത്യാവശ്യ കാര്യങ്ങളാണ് ഇതൊക്കെ നിർവഹിക്കേണ്ടത്. പക്ഷെ അതൊന്നും ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ആവശ്യമാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ കീഴിൽ ഷീറ്റ് ടോയ്ലറ്റ് പദ്ധതികളിൽ 59 എണ്ണത്തിൽ 26 എണ്ണവുമുള്ളത് സിംഹഭാഗമായ തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ ശംഖുമുഖത്തെയും മ്യൂസിയത്തിൻ്റെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെയെല്ലാം അവസ്ഥ ഇതിലും ശോചനീയമാണ്. ഈറം സയൻറ്റിഫിക് സൊല്യൂഷൻ എന്ന സ്ഥാപനമായിരുന്നു ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയത്. 59 ഷീറ്റ് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചതിൽ 26 എണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ്. 11 ഷീറ്റ് ടോയ്ലറ്റുകൾ കോഴിക്കോട് നഗരത്തിൽ സ്ഥാപിച്ചപ്പോൾ മലപ്പുറത്ത് 3, കൊല്ലത്ത് 2, കണ്ണൂർ 6, കോട്ടയം, പാലക്കാട് എന്നീ ജില്ലകളിൽ 4, കാസർഗോഡ് 2 എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ. കേന്ദ്ര ഫണ്ടില്ലാതെ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് പണം ചിലവാക്കിയായിരുന്നു ഷീറ്റ് ടോയ്ലറ്റിന്റെ പ്രവർത്തനമെന്നതും ശ്രദ്ധേയമായിരുന്നു. 3,13,00,000 രൂപ ചിലവാക്കിയ ഈ പ്രവർത്തനങ്ങൾ ഇന്ന് വെള്ളാന പോലെ കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. മ്യൂസിയവും വുമൻസ് കോളേജും കാര്യവട്ടം ക്യാമ്പസും അങ്ങനെ ശംഖുമുഖവും ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം കേവലം 1 വർഷം പോലും നീണ്ടു നിന്നില്ല. കൃത്യമായ മെയിൻ്റനൻസ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ വിഷ്ണു ഇടിക്കൊപ്പം MS ശംഭു, 1 ഇന്ത്യ.